ഹക്കോബ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഹക്കോബ എന്ന് പറയുന്നത്. സോ അതിലേക്ക് നമ്മൾ അജ്രക്ക് സ്റ്റൈൽ ചെയ്തുകൊണ്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അൺസ്റ്റിച്ചഡിൻ്റെ കളക്ഷൻസാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. സോ എല്ലാത്തിലും ബേസ് വരുന്നത് ബ്ലാക്ക് ആണ്, നല്ലൊരു ഹക്കോബ ടൈപ്പ് ഫാബ്രിക്കാണ്. അതിലേക്ക് ഇതുപോലെ അജ്രക്കിൻ്റെ പാച്ച് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ തന്നെ ദുപ്പട്ടയും ബോട്ടവും കൂടി പെയർ ചെയ്തുകൊണ്ടുള്ള കളക്ഷൻസാണ്. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. പ്രൈസ് വരുന്നത് 1350 റേഞ്ചിലാണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത്. സോ ടോപ്പ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മുടെ യോക്കിൽ അജ്രക്കിൻ്റെ പാച്ച് കൊടുത്തിട്ട് ഫുൾ ബ്ലാക്ക് കോമൺ ആയിട്ട്, അതായത് എല്ലാത്തിലും ബേസ് വരുന്നത് ബ്ലാക്ക് ആയിരിക്കും. then ഇങ്ങനത്തെ ഒരു പാറ്റേണിലാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. യോക്കിൽ ഇതുപോലെ അജ്രക്കിൻ്റെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഹക്കോബ സ്റ്റൈലിൽ വരുന്ന കോട്ടൺ ഫാബ്രിക്കാണ്. പിന്നെ ബോട്ടം വരുന്നത് ഇതുപോലെ പ്രിൻറ്റഡ് പാറ്റേണിൽ വരുന്ന ബോട്ടം, ഇതാണ് ബോട്ടം വരുന്നത്. അപ്പം നമുക്കിതൊരു നല്ല പെൻസിൽ ബോട്ടം സ്റ്റൈൽ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്കിതൊരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാനും നല്ല ഫാബ്രിക്കായിട്ട്, അതായത് നമുക്ക് ടോപ്പിന് വരുന്ന മെറ്റീരിയലിൻ്റെ അതേ ഒരു സെയിം ഫിനിഷിങ്ങിൽ തന്നെ അതേ ഒരു ഫാബ്രിക് തന്നെയാണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് വേണമെന്നെങ്കിൽ ബട്ട് കുറച്ചുകൂടി ബെറ്റർ ഈ ഒരു സെറ്റ് സ്റ്റൈലിഷ് ആക്കാനായിട്ട് നമ്മൾ ഇത് തന്നെ പാറ്റേൺ ചെയ്ത് ബോട്ടമായിട്ടൊക്കെ സ്റ്റൈൽ ചെയ്തിടുന്നതായിരിക്കും നല്ലത്. പിന്നെ ദുപ്പട്ട അതായത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മൾക്കോട്ടൺ ദുപ്പട്ട, അതുകൊണ്ട് ഇങ്ങനെയാണ് സെറ്റ് വരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഈ അജ്രക്ക് എന്നും ഹക്കോബ എന്നൊക്കെ പറയുന്നത്. എപ്പോഴും അതായത് അതിനൊരു എവർഗ്രീൻ ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. സോ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള നല്ലൊരു സെറ്റാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. 1350 ആണ് റേഞ്ച് വരുന്നത്. സോ ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ബ്ലൂ കോമ്പിനേഷനാണ് വരുന്നത്. ഇനി അടുത്ത ഷെയ്ഡ് വരുമ്പോഴത്തേക്കും നല്ലൊരു റാണിയാണ് കോമ്പിനേഷൻ വരുന്നത്. ഇതേണ്ട ഇങ്ങനെയാണ് ടോപ്പ്. നമ്മുടെ യോക്കിൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു അജ്രക്കിൻ്റെ ഈ ഒരു പാച്ച് യോക്കിൽ മാത്രമേ വരുന്നുള്ളൂ. വേണ്ട ഇതാണ് ബോട്ടം വരുന്നത്. ഈ ഒരു ഫാബ്രിക്കാണ് ബോട്ടം വരുന്നത്. ഇതുപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോട്ടം, നല്ലൊരു പ്രിൻ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും നല്ലൊരു റാണി ഷെയ്ഡിൽ വരുന്ന കോമ്പിനേഷനാണ്. വേണ്ട ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്, നന്നായിട്ട് ഒതുങ്ങി കൊടുക്കും. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എത്ര വേണമെങ്കിലും വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നല്ല ഫാബ്രിക് കേട്ടോ. സോ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ്. 1350 ആണ് റേഞ്ച് വരുന്നത്. ഇനി അടുത്തൊരു ഷെയ്ഡ് വരുമ്പോഴത്തേക്കും നല്ലൊരു ടാൻ ബ്രൗൺ ആണ്, നല്ലൊരു ബ്രൗൺ ആണ് കോമ്പിനേഷൻ വരുന്നത്. ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ, കംപ്ലീറ്റ്ലി ഈ ഒരു ഫാബ്രിക് ആയിരിക്കും. നമ്മുടെ ഈ ഒരു യോക്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു പാച്ച് കൊടുക്കുന്നുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട, നല്ല ഭംഗിയുള്ള ദുപ്പട്ട, നല്ല ലെങ്ത് ഉണ്ട്. ഈ ഒരു ബ്ലാക്കിൽ വരുമ്പോഴത്തേക്കും ശരിക്കും അജ്രക്ക് നല്ല ബ്രൈറ്റായിട്ട് നിൽപ്പുണ്ട് കേട്ടോ, ബ്ലാക്കിൽ ആ ഒരു കോമ്പിനേഷൻ കൊടുത്തപ്പോഴത്തേക്ക്. അതുകൊണ്ട് ഇതാണ് ബോട്ടം വരുന്നത്. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത്. നല്ല കളർ കോമ്പിനേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. 1350 ആണ് റേഞ്ച് വരുന്നത്. ഇതാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത്. ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോർഡേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പല്ലു ബോർഡേഴ്സൊക്കെ കൊടുത്ത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ബോട്ടം 1350. സോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈദ് സ്പെഷ്യൽ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പറ്റുന്ന കസ്റ്റമേഴ്സൊക്കെ തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കോട്ടയം ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. താങ്ക്